ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പയ്യോളി പെരുമാളുപുരം ആശുപത്രിയുടെ മുമ്പിലാണ്. എൻ്റെ പിറകിൽ കാണുന്ന നമ്മുടെ ഈ പെരുമാളുപുരം ആശുപത്രി ഒരു കാലഘട്ടത്തിൽ ഒട്ടനവധി അസുഖങ്ങൾക്ക്, അതുപോലെ പ്രസവം ചികിത്സ ഉൾപ്പെടെ ഇവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആശുപത്രിയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അന്ന് അത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങൾ അന്ന് സർക്കാർ ഒരുക്കി കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ ബിൽഡിങ്ങുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇന്ന് ഇവിടെ OP വിഭാഗങ്ങൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇവിടെ OP വിഭാഗങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ പയ്യോളിയുടെ അല്ലെങ്കിൽ തിക്കോടിയുടെ നമ്മുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ കേക്കം പ്രദേശം മുതൽ ഉൾപ്പെടെ ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യ മേഖല അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള, അതുപോലെ ഏതെങ്കിലും സ്ട്രോക്കോ, അത് മാത്രമല്ല ഏതെങ്കിലും വാഹന അപകടങ്ങളോ, പിന്നെ നമ്മുടെ തീരപ്രദേശങ്ങളുള്ളതാണ്, ഡൈവിംഗ് ബീച്ചുള്ളതാണ്, എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവരെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പ് നടത്തിയതിനു ശേഷം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്നുള്ള സ്ഥിരം വാക്കല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്നും ആ രോഗിയെ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയെ ആംബുലൻസിൽ കയറ്റി പോകുന്ന വഴിയിൽ മരണം സംഭവിച്ച ഒട്ടനവധി ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത്രയും കെട്ടിടങ്ങൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പറമ്പിൽ കാണുന്ന ഇത്രയും കെട്ടിടങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ വെറും OP വിഭാഗമായിട്ട് മാത്രം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു താലൂക്ക് ആശുപത്രിയുടെ ഒരു ലെവലിലേക്ക് ഒരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കാഷ്വാലിറ്റി സംവിധാനം, അതുപോലെ തന്നെ മറ്റ് ICU, ആവശ്യത്തിനുള്ള ഡോക്ടർമാർ, എമർജൻസി ഡോക്ടർമാർ, നഴ്സുമാർ, ടെക്നീഷ്യന്മാർ, ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് നമ്മുടെ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ സഹായിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ആത്മാർത്ഥമായി ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ ഈ നാടിന് വളരെ ഗുണം ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു പൊതുവായിട്ടുള്ള ആവശ്യം നമ്മുടെ സർക്കാരിന്റെ അധികാരികളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതുപോലെ പൊതുപ്രവർത്തകരും ഒക്കെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.